മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കൃത്യമായ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുകയാണ് SFIO. മുഖ്യമന്ത്രിയുടെ മകൾ 10 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് SFIO പുറത്തിറക്കാൻ പോകുന്ന കുറ്റപത്രത്തിൽ അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന കുറ്റപത്രത്തിൽ പറയുന്നത്. മാസപ്പടി കേസിൽ വീണ വിജയൻ പ്രതി തന്നെയെന്ന് SFIO കൃത്യമായി പറയുന്നുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണ അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എക്സാലോജിക്കും ശശിധരൻ കർത്തയും CMRL-ഉം സഹോദര സ്ഥാപനവും കേസിൽ പ്രതികളാണെന്ന് SFIO കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. സേവനം നൽകാതെ വീണ വിജയൻ 2.70 കോടി കൈപ്പറ്റിയെന്നാണ് SFIOയുടെ കണ്ടെത്തൽ. വീണ അടക്കമുള്ളവരെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയം അനുമതി നൽകി. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ കമ്പനി കാര്യാലയ മന്ത്രം അനുമതി നൽകിയിരിക്കുന്നത്. എന്തായാലും വീണ വിജയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. ഇതുവരെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്ന വീണ വിജയൻ ഇപ്പോൾ പ്രതിയായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വീണ തൈക്കണ്ടി കുടുംബത്തിന് വൻ തിരിച്ചടിയാണ് മാസപ്പടി കേസിൽ ഉണ്ടായിരിക്കുന്നത്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കുറ്റപത്രം എടുത്തിരിക്കുന്നത്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വിചാരണ നേരിടേണ്ടി വരും. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസിനും രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ്. വീണയുടെ വിചാരണ നടപടികൾ ഉടൻ തുടങ്ങിയാൽ അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്കും വഴിവെക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ, CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ എന്നിവർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. SFIOയുടെ ചാർജ് ഷീറ്റിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വീണയ്ക്കും എക്സാലോജിക്കിനും 2.70 കോടി രൂപയാണ് അനധികൃതമായി കിട്ടിയത്. CMRL നിന്ന് എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത്. ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലാണ് വീണ തൈക്കണ്ടിക്കും ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും CMRL-നുമെതിരെ കമ്പനികാര്യ ചട്ടം 447 വകുപ്പ് ചുമത്തിയത്. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത്. വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. പ്രോസിക്യൂഷൻ അപേക്ഷ കിട്ടിയതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ തുടങ്ങും. ഇത് രാഷ്ട്രീയമായി വലിയ വിവാദങ്ങളിലേക്കും വഴിവെക്കും. കുറ്റപത്രം സമർപ്പിച്ചതോടെ വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും. ശശിധരൻ കർത്തയ്ക്കും CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ CMRL-ലെ കേസ് മുന്നോട്ട് വച്ചാൽ അതിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിവെച്ചേക്കും. 182 കോടി രൂപയുടെ വെട്ടിപ്പ് CMRL നടന്നെന്നാണ് കണ്ടെത്തൽ. ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ച് കാട്ടി കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കി വെട്ടിപ്പ്. ഈ പണം കൈപ്പറ്റിയവരിൽ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവരുണ്ട്. നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സജ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയത്. ഈ 2 കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ്. 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് 14 മാസങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. ആദ്യം ആദായനികുതി വകുപ്പ്, ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡും പിന്നെ ROCയും ശരിവെച്ച മാസപ്പടിയാണ് ഇപ്പോൾ SFIO അന്വേഷണത്തിലും തെളിയുന്നത്. സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികളിൽ ഇനി നേരിടേണ്ടി വരും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.